ഷെയർ ആൻഡ് കെയർ സംഘടിപ്പിച്ച ജീവകാരുണ്യ നിർഭരമായ ഈ ചടങ്ങിൽ, സ്നേഹസാന്ദ്രവും സംഗീതസാന്ദ്രവുമായിട്ടുള്ള ഈ ചടങ്ങിൽ എല്ലാവർക്കും എൻ്റെ ആദരം, എൻ്റെ സ്നേഹാശംസകൾ. പങ്കുവെപ്പും കരുതലും ഇതുതന്നെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. പങ്കുവെക്കുക എന്ന് പറയുന്നത് പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. പങ്കുവെക്കുക എന്ന വാക്ക് തന്നെ പ്ലൂരലിസ്റ്റിക്കാണ്, ബഹുസ്വരമാണ്. സമൂഹ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനത്തിലേക്കാണ് ഈ വാക്ക് തന്നെ വിരൽ ചൂണ്ടുന്നത്. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ മ്യൂച്വാലിറ്റി, പാരസ്പര്യമാണ്. കെയർ ചെയ്യുക എന്ന് പറയുന്നതും വ്യക്തി കേന്ദ്രീകൃതമല്ല. ആരെ കെയർ ചെയ്യുക? ഒരു മനുഷ്യനെ, നിരവധി മനുഷ്യരെ പരസ്പരമാണ് കെയർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ലോകത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശവും. അതോടൊപ്പം ഗംഗാ ശശീന്ദ്രനെ, ഗംഗമോളെ ആദരിക്കുന്നുവെന്നുള്ളത് ഒരു കൊച്ചു കലാകാരിയെ ആദരിക്കുകയാണ്. ഈ കൊച്ചുകുട്ടിയുടെ കലാപ്രകടനങ്ങളിൽ, കലാവിഷ്കാരങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ വെളിച്ചമുണ്ട്, അതിൻ്റെ സൗന്ദര്യമുണ്ട്, അതിൻ്റെ സൗരഭ്യമുണ്ട്. അസാധാരണമായിട്ടുള്ള പ്രതിഭ പ്രകടിപ്പിക്കുന്ന ഈ കുട്ടിയെ ആദരിക്കുക വഴി നമ്മെ തന്നെയാണ്, നമ്മുടെ സമൂഹത്തെയാണ്, നമ്മുടെ സംസ്കാരത്തെയാണ് നാം ആദരിക്കുന്നത്. കാലം മുന്നോട്ട് പോകുന്തോറും മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാ മാറ്റങ്ങൾക്ക് നേരെയും മുഖം തിരിച്ചു നിൽക്കണം എന്ന് പറയുന്നില്ല. മാറ്റങ്ങളെല്ലാം തെറ്റാണ് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും നല്ലതിനാണോ? സമൂഹത്തെ അത് എവിടെയാണ് കൊണ്ടുപോയിട്ട് ചെന്നെത്തിക്കുക? ഈ പോക്ക് പോയാൽ നാളത്തെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ എല്ലാവരും കൂട്ടായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇളം തലമുറയെപ്പറ്റി ചിന്തിക്കണം, ഗംഗമോളുടെ തലമുറയെപ്പറ്റി ചിന്തിക്കണം, അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കണം. ഒന്ന് മാത്രമേ ജയിക്കൂ, അത് കരുണയാണ്, അത് സ്നേഹമാണ്. അതിനുവേണ്ടിയുള്ള മതം, അതിനുവേണ്ടിയുള്ള കല. ഈ കുഞ്ഞുമോൾ അവൾ പാടുന്ന പാട്ട് ഞാൻ ഗംഗയോട് പറയായിരുന്നു, ഏതൊക്കെ ഇന്ന് പാടാൻ പോണത്. ഈ നിങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന് മലർക്കൊടി പോലെ എന്ന് യേശുദാസിന്റെ പാട്ട്. അവൾ പറഞ്ഞു, ഞാൻ പാടാം, എനിക്കറിയാം. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയന്മടി നീളേ മയങ്ങൂ നീലസമീലെ അരിരോ. എന്താണ് ആ കാലം? മലർക്കൊടി പോലെ. പിന്നെ ഞാൻ ഗംഗയോട് പറഞ്ഞു, മോള് എന്തൊരു മഹാനുഭാവലു ചെയ്യോ വയലില്. ത്യാഗരാജ ഭാഗവതരുടെ സുപ്രസിദ്ധ കീർത്തനമാണ്. ഈ ത്യാഗരാജ ഭാഗവതരി എന്തൊരു മഹാനുഭാവലു എഴുതാൻ കാരണം ഒരു മലയാളിയാണ്. ഞാൻ ഈ കുട്ടിയെ ആദരിക്കാൻ അതൊക്കെ പറയണത്. സംഗീതമാകട്ടെ, കലയാകട്ടെ, സിനിമയാകട്ടെ, പെയിന്റിംഗ് ആകട്ടെ, ഇതിനൊക്കെ വേണം മനുഷ്യത്വത്തിൻ്റെയും മൂല്യബോധത്തിൻ്റെയും ഒരു ഉള്ളടക്കം ഉണ്ടായിരിക്കണം. ഒരു പാട്ടാണെങ്കിൽ പാട്ട് കേട്ടിട്ട് ചിരിക്കല്ല പണ്ടൊക്കെ ആളുകൾ ചെയ്തത്, കരയാണ്. റഫി സാഹിബ് പാട്ട് പാടുമ്പോൾ പലപ്പോഴും സ്റ്റുഡിയോയിൽ കണ്ണീരായിരുന്നു. മുഹമ്മദ് റഫി, യേശുദാസന് പാട്ട് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഹൃദയപ്രവാഹമാണ് ശുദ്ധകല, ശുദ്ധ സംഗീതം കരൾച്ചോരയുടെ തുടിപ്പാണ്. ഷഡ്കാല ഗോവിന്ദമാരാർ ത്യാഗരാജ ഭാഗവതരെ കാണാൻ പോയി കേരളത്തിൽ നിന്ന്. ഷഡ്കാല ഗോവിന്ദമാരാർ, 6 കാലത്തെ സംഗീതത്തിൽ വൈദഗ്ധ്യമുള്ള ഷഡ്കാലം. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ ത്യാഗരാജൻ അത്ഭുതപ്പെട്ടു, ഇത്ര വലിയ ആള് വന്നിരിക്കണു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ത്യാഗരാജ ഭാഗവതര് മനുഷ്യന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കീർത്തനം രചിക്കുന്നത്. എന്തൊരു മഹാനുഭാവുലു, എന്തുമാത്രം മഹത്തുക്കളാണ് വന്നിരിക്കുന്നത്. അതുവരെ ത്യാഗരാജൻ മനുഷ്യന്മാരെ പ്രകീർത്തിച്ചൊന്നും എഴുതിയിട്ടില്ല. അന്ന് ആദ്യമായിട്ട് അദ്ദേഹം മനുഷ്യരെ പ്രകീർത്തിച്ചു. വലിയ ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിന്നിവിടെ പറയട്ടെ, വലിയ ആളുകളാണ് വന്നിരിക്കുന്നത്, വലിയ ആളുകളാണ് സംഘടിപ്പിക്കുന്നത്. കാരണം ഇതൊരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. ജീവകാരുണ്യ പ്രസ്ഥാനം നടത്താൻ വലിയ ആളുകൾക്കേ കഴിയൂ. വലിയ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. വലിയ ആളെയാണ് ആദരിക്കുന്നത്. ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞ നമുക്ക് പുതുക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നന്മ വരട്ടെ. അതിനുള്ള പാട്ടുണ്ടാകട്ടെ, കലയുണ്ടാകട്ടെ, മതമുണ്ടാകട്ടെ, രാഷ്ട്രീയമുണ്ടാകട്ടെ, എവിടെയും സ്നേഹം പരക്കട്ടെ. അതൊരു പാട്ടുകൊണ്ട്,
ഒരിക്കലും വെറുപ്പിൻ്റെ വാക്ക് പറയരുത്. തലോടുന്ന മതം, തലോടുന്ന രാഷ്ട്രീയം, തലോടുന്ന കല. കലയും തലോടണം, കല പരുക്കനാകരുത്. ആത്മഹത്യ ചെയ്യാൻ നേരത്തെ ഉറച്ചിരുന്ന ഒരാൾ കടൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയിരുന്നു. പോകുന്ന വഴിക്കാണ് ഒരു പാട്ട് കേട്ടത്. ഒരു വാതിലടഞ്ഞാൽ 9 വാതിൽ തുറക്കുന്നു, യേശുദാസ് ഇങ്ങനെ പാടുകയാണ്. അതേ അത്രേ ചെയ്തുള്ളൂ. ഈ ആത്മഹത്യ ചെയ്യാൻ പോണ ആൾക്ക് തോന്നി, ഒരു വാതിലല്ലേ എൻ്റെത് അടഞ്ഞിട്ടുള്ളൂ, 9 എണ്ണം തുറക്കുന്ന പറയണത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു എന്നാണ്. ഇന്ന് ചില പാട്ട് കേട്ടാൽ ഇപ്പം തന്നെ ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് തോന്നും. തനിമകളും പാരമ്പര്യങ്ങളും അസ്തമിക്കുന്ന കാലമാണ്. പാരമ്പര്യം മാത്രം മതി എന്നല്ല ഞാൻ പറയണത്. ചില പുതിയ സംഗീതം നമ്മെ അത്ഭുതപ്പെടുത്തും, പഴയതിനെയും പിന്നിലാക്കും. ചിലപ്പോൾ അങ്ങനെയുള്ള പാട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ അടിച്ചുപൊളി, പൊളിക്കട എന്നാണ് പറയണത്. നന്നായി സന്തോഷിച്ചാൽ അതിന് പറയുന്ന വാക്ക് അടിച്ചു പൊളിക്കട എന്നാണ്. ആ വാക്ക് തന്നെ സംഹാരാത്മകമാണ്, വയലൻസാണ്. അതുകൊണ്ട് ശാന്തിയുടെ, പ്രശാന്തിയുടെ സംഗീതവും കലയും ഒക്കെ ഉണ്ടാവട്ടെ. ഇത് ഗംഗയാണ്, ഗംഗ ഭാഗീരഥിയാണ്. ഭാഗീരഥി എന്നും ഒഴുകും, ഒഴുക്ക് നിലക്കാത്ത ഇന്ത്യയുടെ മഹാപ്രവാഹമാണ് ഗംഗ. അതങ്ങനെ തന്നെ പ്രവഹിക്കട്ടെ, സംഗീത പ്രവാഹമായി. എന്നൊക്കെയല്ലേ എനിക്ക് പറയാൻ കഴിയൂ, എൻ്റെ നല്ല വാക്കുകളല്ലേ എനിക്ക് കൊടുക്കാൻ കഴിയൂ. എല്ലാവരുടെ കയ്യിലുള്ളത് അവർ കൊടുക്കുക, എൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെയാണ് ഗംഗക്ക്. ഞാനിതാ കൊടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം.